ഹായ് നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം മഹാത്മാഗാന്ധി സർവകലാശാല MG യൂണിവേഴ്സിറ്റിയിൽ 2024 അധ്യയന വർഷം തുടങ്ങുന്ന UGP, അതായത് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ഹോണേഴ്സ് 4 വർഷത്തെ UGP പ്രോഗ്രാമിലേക്കുള്ള ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വിളിച്ചത്. ഒരു സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് വഴിയാണ് ഈ ഒരു അഡ്മിഷൻ നടക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. സാധാരണ എല്ലാ വർഷവും നടത്തുന്ന പ്രോഗ്രാമുകൾ പോലെയല്ല ഈ വർഷം ഒരുപാട് മാറ്റങ്ങളുമായിട്ടാണ് സംസ്ഥാനത്തെ എന്നല്ല ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. 4 വർഷത്തെ ബിരുദ ഓണേഴ്സ് പ്രോഗ്രാം MG യൂണിവേഴ്സിറ്റി പ്രവേശന നടപടികൾക്ക് തുടക്കം. കോട്ടയം. അടുത്ത അക്കാദമിക് വർഷം സംസ്ഥാനത്ത് ആദ്യമായി ആരംഭിക്കുന്ന ബിരുദ ഓണേഴ്സ് പ്രോഗ്രാമുകളുടെ തയ്യാറെടുപ്പുകൾ സമയബന്ധിതമായി പൂർത്തീകരിച്ച് മഹാത്മാഗാന്ധി സർവകലാശാല പ്രവേശന നടപടികൾക്ക് തുടക്കം കുറിച്ചു. സർവകലാശാലയ്ക്ക് കീഴിലുള്ള വിവിധ കോളേജുകളിലെ ഓണേഴ്സ് പ്രോഗ്രാമുകളിൽ ഏകജാലകം പ്രവേശനത്തിന് ഇപ്പോൾ ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്താം. സംസ്ഥാനത്ത് ആദ്യമായി രജിസ്ട്രേഷൻ തുടങ്ങിയത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലാണ്. ബിരുദ ഓണേഴ്സ് പ്രോഗ്രാമുകൾക്ക് capmgu.ac.in എന്ന പോർട്ടലിലാണ് രജിസ്റ്റർ ചെയ്യുന്നത്. പ്രോഗ്രാമുകൾ ഓരോന്നും ഏത് കോളേജുകളിലാണ് എന്നതും ഈ ഒരു പോർട്ടലിൽ നിന്ന് തന്നെ നിങ്ങൾക്കറിയാവുന്നതാണ്. കോളേജുകളിലെ 5 വർഷ ബിരുദാനന്തര ബിരുദം, അതുപോലെ സർവകലാശാല ക്യാമ്പസിൽ നടത്തുന്ന 4+1 ഹോണേഴ്സ് പ്രോഗ്രാം, അതായത് നമ്മുടെ UGയും PGയും കൂടെ ഒരുമിച്ചുള്ള 4+1 പ്രോഗ്രാമുകളാണ്. അതിൻ്റെ പ്രവേശനത്തിനും capmgu.ac.in എന്ന ഈ ഒരു വെബ്സൈറ്റിലെ ഈ ഒരു പോർട്ടലിൽ നിന്നും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സമർപ്പിക്കാവുന്നതാണ്. രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് 3 ലാൻഡ് ഫോൺ നമ്പറുകളും അതുപോലെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ഈ ഒരു അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള മെയിൽ ID നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ നിങ്ങൾക്ക് ഈ ലാൻഡ് ഫോൺ നമ്പേഴ്സ് യൂസ് ചെയ്യാം ഓഫീസ് ടൈമിൽ, അല്ലെങ്കിൽ മെയിൽ അയക്കാൻ എന്തെങ്കിലും അറ്റാച്ച് ചെയ്തിട്ട് അയക്കാൻ മെയിലായിട്ട് അയക്കണമെന്നുണ്ടെങ്കിൽ ഈ മെയിൽ ID യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് മാറ്റങ്ങളുമായിട്ടാണ് ഈ ഒരു അഡ്മിഷൻ പ്രൊസീജിയർ. നമുക്ക് ആ പോർട്ടലിൽ തന്നെ പോയിട്ട് കാര്യങ്ങൾ പഠിക്കാം. ഇതാണ് പോർട്ടൽ, capmgu.ac.in. നമ്മൾ വീഡിയോയുടെ ആദ്യത്തിൽ കാണിച്ചതും ഇതേ പോർട്ടൽ തന്നെയായിരുന്നു. ഈ പോർട്ടൽ തുറക്കുമ്പോൾ ഏറ്റവും ആദ്യം കാണുന്ന ഇതാണ് UGP ഹോണേഴ്സ് ക്യാപ് 2024 ഓണേഴ്സ് ബിരുദം ഏകജാലകം എന്ന് കാണാൻ സാധിക്കും. MG യൂണിവേഴ്സിറ്റിയുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സുമായി ബന്ധപ്പെട്ട് അത് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നടത്തുന്ന പ്രോഗ്രാമുകളായിക്കോട്ടെ, ഇനി പുറത്ത് അഫിലിയേറ്റ് കോളേജിലെ പ്രോഗ്രാമുകൾ എല്ലാത്തിനുമുള്ള അഡ്മിഷന് വേണ്ടിയുള്ള പോർട്ടലാണിത്. ഈ പോർട്ടലിൽ പല ഓപ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് നമ്മൾ കാണുന്ന UG പ്രോഗ്രാം. അപ്പോൾ അതിൻ്റെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് PG പ്രോഗ്രാമുകളും കാണാൻ സാധിക്കും. PG അഡ്മിഷൻ സ്റ്റാർട്ടാവുന്ന സമയത്ത് നമ്മൾ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ UGയുടെ ആ ഒരു ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു വിൻഡോയാണ് വരുന്നത്. UGP ഹോണേഴ്സ് ക്യാപ് 2024 എന്നൊക്കെ പറയുന്നൊരു വിൻഡോ. ഈ വിൻഡോയിൽ നിന്നാണ് നമ്മൾ ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്നത്. എങ്ങനെയാണ് സമർപ്പിക്കുന്നത്? അതിന് മുമ്പ് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ മാറ്റങ്ങളുമായിട്ടാണല്ലോ വന്നത്. അപ്പോൾ ആ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് നമ്മൾ ഓപ്ഷൻസ് കൊടുക്കുന്നത്? ഏകദേശം 40ഓളം ഓപ്ഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. അതിൽ തന്നെ ഗവൺമെൻറ് കോളേജുകളിലേക്കും എയ്ഡഡ് കോളേജുകളിലേക്കും സെൽഫ് ഫിനാൻസിങ് കോളേജുകൾക്കും അതുപോലെ യൂണിവേഴ്സിറ്റി നടത്തുന്ന 4+1 പ്രോഗ്രാമിലേക്കൊക്കെ ഉള്ള അഡ്മിഷന് വേണ്ടിയിട്ട് കൊടുക്കാവുന്ന പോർട്ടലാണ്. ആ സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സാണ്. അപ്പോൾ ആ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കാൻഡിഡേറ്റ് ആദ്യം ചെയ്യേണ്ട അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഈ കാര്യങ്ങൾ ഇപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളാണ് ശ്രദ്ധിച്ച് കേൾക്കുക. അതിന് ശേഷം മാത്രം ആപ്ലിക്കേഷൻ സമർപ്പിക്കുക. ഫസ്റ്റ് പറയുന്ന കാര്യമാണ് ക്ലിക്ക് ഓൺ ദ അക്കൗണ്ട് ക്രിയേഷൻ ലിങ്ക് പ്രൊവൈഡഡ് ഇൻ ദ വെബ്സൈറ്റിൽ. അത് എവിടെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പായിട്ട് അവിടെയാണ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്നത്. ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്ന സമയത്ത് മിനിമം പേഴ്സണൽ ഡീറ്റെയിൽസ് റെക്കോർഡ് വിത്ത് അറ്റ്മോസ്റ്റ് കെയർ എന്ന് പറഞ്ഞാൽ അത്രയും കെയർ ചെയ്തിട്ട് മിനിമം കാര്യങ്ങൾ മാത്രം കൊടുക്കാൻ ശ്രമിക്കുക. നമ്മുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ഫോൺ നമ്പർ അല്ല ഒരു മെയിൽ ID യൂസ് ചെയ്തിട്ട് ഒരു അക്കൗണ്ട് മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ മെയിൽ ID ഉണ്ടല്ലോ, ഈ മെയിൽ IDക്കും ഈ ഫോൺ നമ്പറിലേക്കായിരിക്കും നിങ്ങൾക്ക് ഈ അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഇൻഫർമേഷനും പാസ് ചെയ്യും. അപ്പോൾ അത് കറക്റ്റായിട്ട് കൊടുക്കുക. നമ്മൾ യൂസ് ചെയ്യുന്ന മൊബൈൽ നമ്പർ തന്നെ കൊടുക്കുക. അതിലേക്കായിരിക്കും മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവുക. തീർച്ചയായിട്ടും അത് കറക്റ്റായിട്ട് കൊടുക്കുക. പിന്നെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് പറയുന്നത്, അതായത് നമ്മുടെ അഡ്മിഷൻ്റെ ഏറ്റവും അവസാനം നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന വരെയുള്ള പ്രോസസ്സിൽ ആ പാസ്വേഡ് നമുക്ക് ആവശ്യമാണ്. പലപ്പോഴും അത് ലോഗിൻ ചെയ്യാനും അതിൽ നിന്ന് പല കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ അത് വേണം. അത് കറക്റ്റായിട്ട് കീപ്പ് ചെയ്യുക. അതാർക്കും കൊടുക്കാതിരിക്കുക എന്നും കൂടി പറയുന്നുണ്ട്. അറ്റ്മോസ്റ്റ് കെയർ അവിടെയും യൂസ് ചെയ്യുക എന്ന് പറയുന്നുണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ ആഫ്റ്റർ സക്സസ്ഫുൾ ക്രിയേഷൻ ഓഫ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ശേഷം സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഒരു 6 ഡിജിറ്റ് ആപ്ലിക്കേഷൻ നമ്പറിലേക്ക് കിട്ടും. നമ്പർ 2 സ്റ്റാർട്ട് ചെയ്യും. 2 തുടങ്ങുന്ന ഒരു ആപ്ലിക്കേഷൻ നമ്പർ എടുക്കും. ആ നമ്പർ നമ്മൾ റെഫറൻസിന് വേണ്ടി എടുത്തു വെക്കണം. കാരണം അത് ആവശ്യമാണ്. ബാക്കി പ്രോസസ്സിലൊക്കെ അത് ആവശ്യമായിട്ട് വരുന്ന സംഭവമാണ്. പിന്നെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് പേഴ്സണൽ ഡീറ്റെയിൽസ്, അക്കാദമിക് എലിജിബിലിറ്റി അതെല്ലാം കറക്റ്റായിട്ട് കൊടുക്കുക. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഏകദേശം 40 ഓപ്ഷൻസ് വരെ നമുക്ക് കൊടുക്കാവുന്നതാണ്.
ആഫ്റ്റർ സാറ്റിസ്ഫൈങ് ഹിം, ഇതെല്ലാം കഴിഞ്ഞ് ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണെന്ന് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ ഷാൾ റെമിറ്റ് ദ ആപ്ലിക്കേഷൻ ഫീ ഓൺലൈൻ. ആപ്ലിക്കേഷൻ ഫീ ഓൺലൈനായി കൊടുക്കണം. പേ ആപ്ലിക്കേഷൻ ഫീ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. പേ നൗ എന്ന് പറഞ്ഞ ബട്ടൺ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞ പോലെ നമ്മുടെ പേയ്മെൻറ്റ് ഗേറ്റ് വേയിലേക്ക് പോകും. യൂണിവേഴ്സിറ്റി ഓൺലൈൻ പേയ്മെൻറ്റ് ഗേറ്റ് വേയിലേക്ക് പോകും. അവിടെ ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ടോ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തോ ഇൻ്റർനെറ്റ് ബാങ്കിങ് ഫെസിലിറ്റി യൂസ് ചെയ്തോ UPI ഫെസിലിറ്റി യൂസ് ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഫീസ് അടച്ച ശേഷം ആപ്ലിക്കൻസിന് വീണ്ടും തിരിച്ച് ആപ്ലിക്കേഷൻ പേജിലേക്ക് വരണം. അവിടെ നിന്ന് വേണം പിന്നെ അപ്ലോഡ് ചെയ്യുന്നത്. ഡിജിറ്റൽ കോപ്പീസ് ഓഫ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നത് അവിടെ വെച്ചിട്ടാണ്. അതിനുശേഷം ടേക്ക് ദ പ്രിൻ്റ് ഔട്ട്, കൺഫർമേഷൻ പേജിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വയ്ക്കുക. കാരണം ഇത് നമുക്ക് ഫ്യൂച്ചർ റെഫറൻസിന് ആവശ്യമാണ്. എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻഫർമേഷനിൽ മാറ്റം വരികയാണെങ്കിൽ ഞാൻ അപ്ലൈ ചെയ്ത് ഇങ്ങനെയാണെന്നും ഇന്ന കാര്യങ്ങളാണ് ഈ ഓപ്ഷൻസ് കൊടുത്ത എല്ലാ കാര്യങ്ങളും നമുക്ക് അതുവഴി കാണാൻ പറ്റും. അപ്പോൾ കൺഫർമേഷൻ പേജ് നമ്മൾ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും പ്രിൻ്റ് എടുത്ത് വെക്കണം. നമ്മൾ കയ്യിൽ വെക്കേണ്ട കാര്യം. ഇതിന് ശേഷം ഇത്രയും പ്രോസസ്സ് എല്ലാവരും ഒരേ പ്രോസസ്സാണ് ചെയ്യുന്നത്. ഇതിന് ശേഷം നമ്മൾ ജസ്റ്റ് ചില ആളുകൾ സ്പോർട്സ് കോട്ടയിൽ അപ്ലൈ ചെയ്യുന്ന ആളുകളുണ്ടാവും, അല്ലെങ്കിൽ ചില ആളുകൾ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റിയിൽ അപ്ലൈ ചെയ്യുന്നുണ്ടാവും, ചില ആളുകൾ കമ്മ്യൂണിറ്റി കോട്ടയിൽ അപ്ലൈ ചെയ്യുന്നുണ്ടാവും. ജനറൽ കോട്ടയിൽ അപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് ഇത്രയും കാര്യങ്ങൾ ഓക്കെ ഫൈൻ ഇവിടെ വെച്ച് ചെയ്യാം. ബാക്കി സ്പോർട്സ് കോട്ടയിൽ അപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് അതിനുശേഷം ആഫ്റ്റർ ഫൈനൽ സബ്മിഷൻ അവരെന്തിനാണ് സ്പോർട്സ് കോട്ട എന്നുള്ള ഓപ്ഷനുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് അതിനകത്ത് കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കാനാണ്. അതെല്ലാം കൊടുത്ത് അതിനകത്ത് നമ്മുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനാണ്. അതിൻ്റെ രജിസ്ട്രേഷൻ ഓപ്ഷൻ ഉണ്ട്. അത് രജിസ്റ്റർ ചെയ്ത ശേഷം സബ്മിറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നത്. അതേ പ്രോസസ്സ് തന്നെയാണ് പേഴ്സൺ വിത്ത് കമ്മ്യൂണിറ്റി കോട്ടയും അതുപോലെ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റിയിലും വരുന്നത്. ഇത് പ്രൂവ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റിലെല്ലാം അപ്ലോഡ് ചെയ്ത് ആ ഓപ്ഷൻ ഏതാണോ ഓപ്ഷൻ സെലക്ട് ചെയ്ത് അതിനുശേഷം രജിസ്റ്റർ ഫോം കൊടുത്ത് സബ്മിറ്റ് ആപ്ലിക്കേഷൻ. പിന്നെ അവസാനം റെഡിൽ കൊടുത്തേക്കാൻ നോക്കൂ, ഹാർഡ് കോപ്പീസ് ഓഫ് ദ ഫിൽഡ് ആപ്ലിക്കേഷൻ ഷാൾ നോട്ട് ബി സെൻഡ് ടു ദി യൂണിവേഴ്സിറ്റി. നിർബന്ധമായിട്ട് യൂണിവേഴ്സിറ്റി പറയുന്ന കാര്യമാണ്. നിങ്ങൾ ഇതെല്ലാം ചെയ്ത ശേഷം പ്രിൻ്റ് ഔട്ട് എടുത്ത ശേഷം ആ ഹാർഡ് കോപ്പി ഒരിക്കലും തന്നെ യൂണിവേഴ്സിറ്റിയിലേക്ക് അയക്കേണ്ട എന്നുള്ള കാര്യം 2 പ്രാവശ്യം യൂണിവേഴ്സിറ്റി പറയുന്നുണ്ട്. അത് ഒരുപാട് ആളുകൾ അയക്കുന്നതുകൊണ്ടാണ് ഇത് പറയുന്നത്. അതിൻ്റെ ആവശ്യമില്ല, ഓൺലൈനായിട്ട് മാത്രം സബ്മിറ്റ് ചെയ്താൽ മതി. ഇനി എങ്ങനെയാണ് ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്നത്? രജിസ്ട്രേഷൻ എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ രജിസ്ട്രേഷൻ ലിങ്ക് വരും. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു ഓപ്ഷനാണ് വരിക. 6 സ്റ്റെപ്പുകളാണ് രജിസ്ട്രേഷൻ ഉള്ളത്. 1 അക്കൗണ്ട് ക്രിയേഷൻ, 2 പേഴ്സണൽ ഡീറ്റെയിൽസ്, 3 ഓപ്ഷൻ സെലക്ഷന്, 4 ഫീ പേയ്മെൻറ്റ്, 5 അപ്ലോഡ് സർട്ടിഫിക്കറ്റ്, 6 ഫൈനൽ സബ്മിഷൻ. ഇത് 6 സ്റ്റെപ്പുകൾ ചേർന്നതാണ് ഈ ഒരു പ്രോസസ്സ്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇപ്പോൾ നമ്മൾ കാണുക അക്കൗണ്ട് ക്രിയേഷൻ. അതിനകത്ത് +2ൻ്റെ രജിസ്ട്രേഷൻ നമ്പർ ചോദിക്കുന്നത്, ഇയർ ഓഫ് പാസിംഗ് ചോദിക്കുന്നത്, നമ്മുടെ പേര് ചോദിക്കുന്നു, ആധാർ നമ്പർ ചോദിക്കുന്നു. ആ ആധാർ നമ്പർ വീണ്ടും എൻ്റർ ചെയ്യാൻ പറയുന്നു. പിന്നെ ഒരു പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു പാസ്വേഡാണ്. ആ പാസ്വേഡ് പറയുന്നു. ആ പാസ്വേഡിന് കൺഫർമേഷൻ വീണ്ടും ആ പാസ്വേഡ് ഒന്നുകൂടി ടൈപ്പ് ചെയ്യാൻ പറയുന്നു. +2 ഏത് ബോർഡാണെന്ന് ചോദിക്കുന്നു. അതുപോലെ തന്നെ ആ ബോർഡ് വീണ്ടും ചോദിക്കുന്നുണ്ട്, റീസെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. മൊബൈൽ നമ്പർ ആൻഡ് ഇമെയിൽ ID ഇത് കറക്റ്റായിട്ട് കൊടുക്കുക. ഇതുവഴിയാണ് കമ്മ്യൂണിക്കേഷൻ. ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ട്, കാറ്റഗറി ചോദിക്കുന്നുണ്ട്. പിന്നെ ഐ ആം നോട്ട് എ റോബോട്ട് എന്നുള്ളത് അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത ശേഷം ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുമ്പോൾ ഫസ്റ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഇനിയിപ്പോൾ ഓൾറെഡി നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താണെന്നാണെങ്കിൽ ലോഗിൻ ഹിയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡ് യൂസ് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. അതാണ് ഫസ്റ്റ് പ്രോസസ്സ് അക്കൗണ്ട് ക്രിയേഷൻ. അതിനുശേഷം പേഴ്സണൽ ഡീറ്റെയിൽസും മറ്റു ഓപ്ഷൻസിലേക്ക് നിങ്ങൾക്ക് പോകാം. പിന്നെ ഇതിനെല്ലാം കൊടുക്കുന്നതിന് മുന്നേ കോളേജസ് ആൻഡ് പ്രോഗ്രാംസ് അത് നിങ്ങളൊന്ന് നോക്കണം. അത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യം. അതുപോലെ ഫൈൻഡ് യുവർ കോളേജ്, ഒരു കോഴ്സ് സെലക്ട് ചെയ്ത് ആ കോഴ്സിൽ ഏതൊക്കെ കോളേജുകൾ അതെല്ലാം നമുക്ക് സെലക്ട് ചെയ്യാം. അതുപോലെ ഫീസ് സ്ട്രക്ചർ ഇതെല്ലാം നമുക്കിവിടെ നോക്കാൻ ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ആദ്യം നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് കോളേജസ് ആൻഡ് കോഴ്സസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആ ലിസ്റ്റ് ഓഫ് പ്രോഗ്രാംസ് നമുക്ക് കാണാൻ സാധിക്കും. BA ഹോണേഴ്സ്, ആനിമേഷൻ ആൻഡ് ഗ്രാഫിക്സ് ഡിസൈൻ, സെൽഫ് ഫിനാൻസിങ്, SF എന്ന് പറയുന്നത് സെൽഫ് ഫിനാൻസിങ് എന്നാണ്. അത് കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ ഒരു കോഴ്സ് അവിടെ ആ പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന കോളേജുകൾ ഏതൊക്കെയാണ്, ആ പ്രോഗ്രാമുകളുടെ സ്ട്രീം മിക്കവാറും എല്ലാം സെൽഫ് ഫിനാൻസിങ് ബ്രാക്കറ്റിൽ ഉണ്ടായിരുന്നപ്പോൾ അതുകൊണ്ട് എല്ലാം സെൽഫ് ഫിനാൻസിങ് കോളേജുകളായിരിക്കും. അവിടെ സ്പെഷ്യലൈസേഷൻ ഏതാണ് ഓഫർ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കുക. ഇപ്പോൾ ചില കോഴ്സുകൾ SF എന്ന് ബ്രാക്കറ്റിൽ കൊടുത്ത് സെൽഫ് ഫിനാൻസിങ് ആണ്. അതിനകത്തെല്ലാം സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ ഉണ്ടാകുന്നതായിരിക്കും. പിന്നെ എന്നാൽ മറ്റ് കോഴ്സുകൾ വരുന്നത് ഈ രീതിയിൽ SF എന്ന് കൊടുക്കാത്ത കോളേജുകളിൽ എയ്ഡഡ് കോളേജുകളും ഗവൺമെൻറ് കോളേജുകളും അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളുണ്ട്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം സെൽഫ് ഫിനാൻസിങ് കോളേജുകളും എയ്ഡഡ് കോളേജുകളാണ് കൂടുതൽ, ഗവൺമെൻറ് കോളേജുകൾ കുറവാണ്. അപ്പോൾ നിങ്ങൾ നോക്കി ഇതെല്ലാം എയ്ഡഡ് കോളേജുകളിലാണ് ഈ ഒരു ഫുഡ് സയൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ എന്നുള്ള പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നത്. BSc ഹോണേഴ്സ് പ്രോഗ്രാമാണ്, 4 വർഷത്തെ പ്രോഗ്രാമാണ്. അപ്പോൾ ഇതുപോലെ ഓരോ കോഴ്സുകളും നിങ്ങൾ ഏതാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ആ കോഴ്സ് ഏതാണ് ആദ്യം സെലക്ട് ചെയ്യുക. അതിനുശേഷം ആ കോഴ്സിൽ ഏതൊക്കെ കോളേജുകളുണ്ടെന്ന് നോക്കുക. ചില 4+1 ഇയർ കോഴ്സുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ 5 വർഷത്തെ പ്രോഗ്രാമുകൾ, UGയും PGയും ഒരുമിച്ചുള്ള പ്രോഗ്രാമുകൾ, ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകളുണ്ട്, UGയും PGയും ഒരുമിച്ചുള്ള അത്തരത്തിലുള്ള പ്രോഗ്രാമുകളൊക്കെ കാണാം. അപ്പോൾ അവിടേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇൻറ്റഗ്രേറ്റഡ് MSc പ്രോഗ്രാം ഇൻ ബേസിക് സയൻസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഒറ്റ കോളേജിലേ ഉള്ളൂ. ആ കോളേജിൻ്റെ പേരുണ്ട്, പ്രോഗ്രാം എയ്ഡഡ് ആണ്, അതുപോലെ തന്നെ സ്പെഷ്യലൈസേഷൻ നില്ലെന്ന് കൊടുത്തേക്കുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ 40 ഓപ്ഷൻ കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ ലിസ്റ്റ് എടുക്കുക. ഞാൻ ഏത് കോഴ്സിനാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ആദ്യം തീരുമാനിക്കുക.
ആ കോഴ്സുകൾ സെൽഫ് ഫിനാൻസിങ്ങിലാണോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എയ്ഡഡിലാണോ ഗവൺമെൻറ്റിലാണോ എന്നൊക്കെ നോക്കിയിട്ട് അതിനുശേഷം കോളേജുകളുടെ ലിസ്റ്റ് എടുക്കുക, ഏതൊക്കെ കോളേജുകളിലാണ് എനിക്ക് ഓപ്ഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഇതാണ്. നമ്മൾ കോഴ്സ് നോക്കുക, കോഴ്സ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ BTTM ഹോണേഴ്സ് എന്നാണ് കാണാൻ സാധിക്കും. ഓക്കെ, ഒരു എയ്ഡഡ് കോളേജിലും ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിലും ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ സ്പെഷ്യലൈസേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ആ സ്പെഷ്യലൈസേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് നോക്കുക. അല്ലെങ്കിൽ ഹോണേഴ്സ് സെൽഫ് ഫിനാൻസിങ്ങിൽ മാത്രം വരുന്ന കോഴ്സുകളുണ്ട് BTTMൻ്റെ അതേ കോഴ്സ് തന്നെയാണ്, പക്ഷേ സെൽഫ് ഫിനാൻസിങ്ങിൽ വരുന്നത്. ഇവിടെ നമുക്ക് സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ മാത്രം. അപ്പോൾ നിങ്ങൾ ഏത് കോഴ്സിനാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്, ആ കോഴ്സ് ഇപ്പോൾ ഈ ലിസ്റ്റ് ഉണ്ടാകും. വൈറ്റ് പേപ്പർ എടുത്തിട്ട് ആദ്യം കോഴ്സുകൾ ഏതൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്, അതിനകത്ത് ഏതൊക്കെ കോഴ്സുകൾക്കാണ് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ എന്ത് കൊടുക്കാൻ പോകുന്നത്, നമ്മൾ ഓപ്ഷൻ കൊടുക്കുന്നത്, അതൊന്ന് എഴുതി ഉണ്ടാക്കുക. ഫസ്റ്റ് ചെയ്യേണ്ട പ്രോസസ്സാണ്. അതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യാൻ ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത്. ഓക്കെ, ഫീസിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണേ. എല്ലാ കോളേജുകളിലും ഒരേ ഫീസല്ല. അപ്പോൾ ആ ഫീസ് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിരിക്കണം, കോളേജുകൾ അഫോർഡബിൾ ആയിരിക്കണം. അതെല്ലാം ഒരൊറ്റ പോർട്ടലിലുണ്ട്. ഇതെല്ലാം കണ്ട് എല്ലാം മനസ്സിലാക്കിയ ശേഷം മാത്രം അപ്ലൈ ചെയ്യാം. ഇതിന് ശേഷം മാത്രം നിങ്ങൾ ആ രജിസ്ട്രേഷൻ ഞാൻ നേരത്തെ കാണിച്ച ലിങ്കിൽ ഫസ്റ്റ് ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻസ് മുതൽ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പോൾ പ്രിയമുള്ളവരെ, ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയുള്ള കൂടുതൽ വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുവാൻ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിട വാങ്ങുന്നു. ഞാൻ ഹാരിഷ് പൂക്കോടൻ.